ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ചും ഹെവി ചെയിൻ സ്റ്റിച്ചും പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് മാജിക് ചെയിൻ സ്റ്റിച്ചാണ്. സ്റ്റിച്ച് ബോർഡിൽ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് സ്റ്റിച്ചിൻ്റെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രെഡ് എടുക്കാം. ഒന്നുകിൽ മൾട്ടി കളർ ത്രെഡ്, അതായത് 2 ഷെയ്ഡ് വരുന്ന ത്രെഡ്, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന ത്രെഡ് എടുക്കാവുന്നതാണ്. ഈ ടൈപ്പ് ത്രെഡ് എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആയിരിക്കും. ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ 2 കളർ ത്രെഡ് എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 കളർ ത്രെഡ് എടുക്കുക. എന്നിട്ട് നമുക്കത് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കാം. ഓരോ ത്രെഡിനും 6 ലെയർ ആണല്ലോ ഉണ്ടാവുക. ആ 6 ലെയർ മാറ്റിയിട്ട് നമ്മൾ റെഡിൻ്റെ ആണെങ്കിൽ 3 ലെയർ എടുക്കുക. അതുപോലെ തന്നെ യെലോവിൻ്റെ ആണെങ്കിൽ 3 ലെയർ എടുക്കുക. മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ലെയർ മാറ്റി കൊടുക്കാം. ത്രെഡ് എടുക്കുന്ന സമയത്ത് ഒത്തിരി നീളത്തിലെടുക്കാതെ കൃത്യമായ നീളത്തിലെടുക്കുക. സ്റ്റിച്ച് ബോർഡ് മൊത്തത്തിലും ഒറ്റ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്നുള്ള വിചാരത്തിൽ ഒരുപാട് നീളത്തിൽ ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ കെട്ടി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ നീളത്തിൽ എടുക്കുക. 2 കളർ ത്രെഡും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. നീഡിലേക്ക് ത്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അറ്റത്തായിട്ട് നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നീഡിൽ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരിക. മുകളിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നീഡിൽ മുന്നോട്ട് കുത്തി കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കളറാണോ ഫസ്റ്റായിട്ട് സ്റ്റിച്ച് വേണ്ടത് ആ ഒരു കളറ് നീഡിലോട്ട് ചുറ്റിക്കൊടുക്കാം. അതിനുശേഷം വലിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കളറായിരിക്കും നമ്മളെ സ്റ്റിച്ച് വരാൻ പോകുന്നത്. യെല്ലോ ആണ് വേണ്ടതെങ്കിൽ യെല്ലോ, റെഡ് ആണെങ്കിൽ റെഡ്. ഞാനിവിടെ റെഡാണ് ചെയ്ത് കൊടുക്കുന്നത്. ത്രെഡ് പതുക്കെ വേണം വലിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കെട്ടി വീഴാൻ സാധ്യതയുണ്ട്. യെല്ലോ കളർ ത്രെഡ് ശരിയായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ യെല്ലോ ത്രെഡ് മാത്രം ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആ സ്റ്റിച്ച് വരും. ഇതൊന്ന് പതുക്കെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റെഡ് കളറിലൊരു ചെയിൻ സ്റ്റിച്ച് വന്നിട്ടുണ്ടാവും. ഇനി അടുത്ത സ്റ്റിച്ച് നമുക്ക് യെല്ലോ കളറിലാണ് വരേണ്ടത്. ഇനി ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റിച്ച് ചെയ്തില്ലേ, ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ വേണം നമ്മൾ അടുത്ത സ്റ്റിച്ച് മുന്നോട്ടേക്ക് കുത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് നീഡിൽ കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ ത്രെഡ് നീഡിലൊന്ന് ചുറ്റി കൊടുക്കാം. അതിനുശേഷം പതുക്കെ വലിച്ചു കൊടുക്കാം. ഇപ്പോൾ യെല്ലോ കളർ സ്റ്റിച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് വരേണ്ടത് റെഡ് കളറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൂടെ തന്നെ മുന്നോട്ടേക്ക് കുത്തി കൊടുക്കുക. റെഡ് കളർ ത്രെഡ് ചുറ്റി കൊടുക്കുക. ഇത് പതുക്കെ വലിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോവേണ്ടത്. ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്ത് പഠിക്കുക. വേഗത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ത്രെഡിൽ കെട്ടി വീഴാനൊക്കെ സാധ്യതയുണ്ട്. ഈ ഒരു സ്റ്റിച്ച് ബോർഡിൽ മുഴുവനായിട്ടും മാജിക്കൽ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഡബിൾ ചെയിൻ സ്റ്റിച്ചാണ്. സ്റ്റിച്ച് ബോർഡിൽ ഇതുപോലെ തന്നെ ലൈൻ മാർക്ക് ചെയ്തിട്ട് ഡബിൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പേര് എഴുതി കൊടുക്കാം. ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര് പോലെ തന്നെ ഡബിൾ ചെയിൻ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 2 ലൈനാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ത്രെഡ് 6 സ്ട്രാൻഡ്സിലാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ 2 ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് ഒരു 0.5 സെൻറ്റിമീറ്റർ മതി. സെയിം നീഡിൽ തന്നെയാണ് എടുക്കുന്നത്. നീഡിലോട്ട് ത്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അറ്റത്തായിട്ട് നോട്ട് കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 2 ലൈനിൻ്റെ താഴത്തെ ലൈനിലൂടെയാണ്. നീഡിൽ പതുക്കെ താഴെ നിന്ന് മുകളിലോട്ട് കൊണ്ടുവരിക.
ഇനി ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കാൻ പോകുന്നത് മുകളിലേക്കാണ്. ഇതുപോലെ തന്നെ നമ്മൾ നീഡിൽ കൊണ്ടുവന്ന അതേ പോയിന്റിൽ നിന്ന് കുത്തിയിട്ട് മുകളിലോട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. പതുക്കെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ഇവിടെ കിട്ടും. വീഡിയോയിൽ കാണുന്നത് പോലെ മുകളിലെ ഭാഗത്തേക്കായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയാണ് സ്റ്റിച്ച് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതേ പോയിന്റിലാണ് നീഡിൽ മുന്നോട്ട് കുത്തി കൊടുക്കുന്നത്. അതിനുശേഷം നീഡിലേക്ക് ത്രെഡ് ചുറ്റി കൊടുത്തിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഷേപ്പിലാണ് നമ്മുടെ സ്റ്റിച്ച് വരിക. അപ്പോൾ നമുക്ക് ഡബിൾ ചെയിൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിതാ ഇപ്പോൾ കുത്തിയില്ലേ അതേ പോയിന്റിൽ നിന്ന് മുകളിലോട്ടാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അതിൻ്റെ ഉള്ളിലൂടെ വേണം നീഡിൽ മുകളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സെയിം നേരത്തെ ചെയ്തതുപോലെ തന്നെ മുകളിലേക്കായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം താഴേക്കായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്. ഇതുപോലെ തന്നെ സ്റ്റിച്ച് ബോർഡിൽ ലൈൻ വരച്ചതിൻ്റെ അവസാനം വരെയും ചെയ്തു പോകുക. സ്റ്റിച്ച് ബോർഡിൽ മുഴുവനായിട്ടും ഡബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പിറക് വശം ഇതുപോലെയാണ് ഉണ്ടാകുക. കറക്റ്റായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഈ ഒരു പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസം കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത സ്റ്റിച്ച് തെറ്റിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് 2 സ്റ്റിച്ചുകൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്